പാർട്ടഡ് എന്ന് പറയാം. പാർട്ട് പ്രിന്റഡ് എന്ന് പറയാം. നമ്മൾ എന്താ പറയാ? പാർട്ട് പ്രിന്റഡ് എന്ന് പറയും. പാർട്ട് എന്ന് വെച്ചാൽ കോപ്പീസ് എന്നർത്ഥം. അപ്പോ ശ്രദ്ധിക്ക, പർച്ചേസ് ഓർഡർ ആണെങ്കിൽ, ശ്രദ്ധിക്കണേ, പർച്ചേസ് ഓർഡർ ആണെങ്കിൽ അതില് 3 കോപ്പീസ് വേണം. ഒരു കോപ്പി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ വേണം, ഒരു കോപ്പി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ വേണം, ഫൈനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് തേർഡ് കോപ്പി ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ്. ഇത് മനസ്സിലാക്കുക, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വെയർ ഹൗസ് ആവാം അല്ലെങ്കിൽ സ്റ്റോർസ് ആവാം. ക്ലിയർ ആണല്ലോ? അപ്പോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ ഒരു കോപ്പി വേണം, ഒന്ന് അടുത്ത ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ വേണം. ബിക്കോസ് അവർക്ക് ബുക്സിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പർച്ചേസ് ഓർഡറിന്റെ കോപ്പി വേണം. പിന്നെ അതുപോലെ തന്നെ ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ ഒരു കോപ്പി വേണം. ബിക്കോസ് അവർക്ക് ഫ്യൂച്ചറിൽ ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ അവർക്ക് കൺഫേം ചെയ്യണം എന്ത് നമ്മൾ ഓർഡർ ചെയ്ത ഗുഡ്സ് തന്നെയാണോ കിട്ടിയെന്ന് ഉറപ്പിക്കണ്ടേ. അപ്പൊ അതിനെന്ത് വേണം? അവരുടെ കയ്യിൽ പർച്ചേസ് ഓർഡർ വേണം. ക്ലിയർ? ദെൻ അടുത്തത് GRN, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ഇത് ആലോചിച്ച് ചെയ്യണ്ടേ? GRN, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് റിസീവ് ചെയ്യില്ലേ? പർച്ചേസ് ചെയ്ത ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് ആർക്കാ? ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റിലാണ് റിസീവ് ചെയ്യുക, അല്ലെ? ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് ഗുഡ്സ് റിസീവ് ചെയ്യുക. അപ്പൊ റിസീവ് ചെയ്യുന്ന സമയത്ത് റിസീവ് ചെയ്തതിന് ശേഷം ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണെന്ത്? GRN. അപ്പൊ ഈ GRN എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് എന്തായിരിക്കണം? 3 കോപ്പീസ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. GDN എപ്പോഴും ഇഷ്യൂ ചെയ്യാം? നമ്മൾ ഗുഡ്സ് കസ്റ്റമേഴ്സിന് ഡെസ്പാച്ച് ചെയ്തതിന് ശേഷം. ഈ ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുന്ന ആരാണ്? ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇത് 4 കോപ്പീസ് വേണം. ഒന്ന് കസ്റ്റമറിന് സെൻഡ് ചെയ്യും, ഒന്ന് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് സെൻഡ് ചെയ്യണം. ബിക്കോസ് സെയിൽസ് കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനും സെൻഡ് ചെയ്യും. ബിക്കോസ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ് സെയിൽസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഒരു കോപ്പി വേണം. ആൻഡ് ഫൈനലി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന് കോപ്പി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ അടുത്തത് സെയിൽസ് ഓർഡേഴ്സും ഇവിടെ 3 കോപ്പീസ് വേണം. ഓക്കെ. ഒന്ന് കസ്റ്റമറിന് സെൻഡ് ചെയ്യണം, ഒന്ന് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ടാവും, മൂന്നാമത്തത് ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റ്. ബിക്കോസ് ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റിന് കോപ്പി കൊടുക്കുന്നേ, എന്നാലേ സെയിൽസ് ഓർഡറിന്റെ കോപ്പി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാ ഒരു കോപ്പി ആർക്ക് കൊടുക്കണം? ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. ഓൾസോ ഒരു കോപ്പി ആർക്ക് കൊടുക്കണം? ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഗുഡ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? അതുപോലെ ഇൻവോയ്സ് 2 കോപ്പീസ് വേണം. ഒന്ന് കസ്റ്റമറിനും ഒന്ന് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിനും. ഓക്കെ. ദെൻ പർച്ചേസ് റിക്വസ്റ്റ് ഫോം, ഇത് 2 കോപ്പീസ് ആയിരിക്കും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനും ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റിനും. അതുപോലെ മെറ്റീരിയൽ റിക്വസ്റ്റ് ഫോം 2 കോപ്പീസ് ആയിരിക്കും, ഒന്ന് ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റിനും ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണല്ലോ? ഇത്രയും പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ ഇന്റേണൽ കൺട്രോൾസ് എന്ന് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? Any questions? Okay. Okay. ഇനി നമുക്ക്